ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം പവിത്രമായ നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും പുതിയ ഒരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയെ വിക്രം കൊണ്ടുവന്ന് വേദയുടെ വീട്ടിലാക്കിയിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ വേദയെ കാണാഞ്ഞിട്ട് വേദ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നൊന്നും അറിയാതിരുന്ന് നമ്മുടെ വിക്രമിൻ്റെ വീട്ടുകാരൊക്കെ ആകെ വിഷമത്തിലാണ്. അപ്പോൾ വിക്രമിൻ്റെ അമ്മയും പിന്നെ ഏട്ടത്തിയായ ശ്രീജയും ഒക്കെ പറയുന്നുണ്ട് എവിടെയാണോ എന്തോ ആണെന്ന് അറിയത്തില്ല എന്ന്. ഇങ്ങനെ പറഞ്ഞ് അവർ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിക്രം നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അന്നേരം നമ്മുടെ വിക്രമിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഒന്നും വേറൊരിടത്തും അല്ല ആക്കിയിട്ടുള്ളത്, നല്ല സേഫായിട്ട് സുരക്ഷിതമായിട്ട് തന്നെയാണ് അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് ആക്കിയിട്ടുള്ളതെന്ന് കേൾക്കുമ്പോൾ പറയുകയാണ് അവിടെയാണ് ആക്കിയതെന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ പറഞ്ഞു. തലയിൽ വന്ന ആ വേതാളം എങ്ങനെയെങ്കിലും പോയല്ലോ, രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വിക്രം നേരെ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ വേദയുടെ മുത്തശ്ശിയും കൂടെ പിറ്റേന്ന് രാവിലെ തന്നെ അവിടുത്തെ അവരുടെ ഒരു കുടുംബ ജോത്സ്യൻ എന്ന് പറഞ്ഞ് അവിടുത്തെ ആ ഒരു ചെറിയൊരു സ്ഥലത്തേക്ക്, അതായത് ഒരു ചെറിയൊരു തറവാട് പോലത്തെ ചെറിയൊരു ജോത്സ്യൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ അകത്തുനിന്ന് തിരുമേനി എന്തൊക്കെയോ പൂജിച്ച കുറച്ച് താലമൊക്കെ ആയിട്ട് വരികയാണ്, കുറച്ച് പൂക്കളൊക്കെ ആയിട്ട്. എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ ഈശ്വരൻ നിശ്ചയമാണ്. ഞാനിത് ഒരു അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ താലം കാണിച്ചിട്ട് പറയുകയാണ് ഇതിൽ നിന്ന് ഒരു ഇല എടുത്ത് മോൾ എന്താ വിചാരിക്കുന്നത്, എന്താണ്, നല്ലതാണോ ചീത്തയാണോ, ഇനി എന്താ അങ്ങോട്ടെന്നുള്ളത് മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ് വേദയോട് നമ്മുടെ തിരുമേനി പറയുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കും മോളെ, എന്തായാലും നമുക്കത് അംഗീകരിക്കേണ്ടതാണെന്ന്. അങ്ങനെ വേദ നന്നായിട്ട് പ്രാർത്ഥിച്ച ആ ഇലയൊക്കെ ഇങ്ങനെ തലയുടെ മുകളിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇടുകയാണ്. എന്നിട്ട് കണ്ണ് തുറക്കുമ്പോൾ തിരുമേനി ചോദിക്കുകയാണ് എന്തായിരുന്നു അത്, എന്താ പോകണമെന്നാണോ പോകണ്ടെന്നാണോ? പോകണം എന്ന് തന്നെയാണ് വേദ പറയുന്നത്, പോകണം എന്ന് തന്നെയാണ് ഈശ്വര നിശ്ചയം. അപ്പം നമ്മുടെ തിരുമേനി മഹേശ്വരൻ്റെ, നമ്മുടെ ശിവഭഗവാൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കേട്ടിട്ട് വേദയും വേദയുടെ മുത്തശ്ശിയും കൂടെ നമ്മുടെ കാറിനടുത്തേക്ക് വരികയാണ്. അപ്പോൾ കാറിൽ നിന്ന് ബാഗ് എടുത്തിട്ട് വേദ പറയുകയാണ് ഞാൻ പോവാം മുത്തശ്ശിന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ വേണ്ട, ഞാൻ വേണമെങ്കിൽ കൊണ്ടുവിട്ട് തരാം. വേണ്ട മുത്തശ്ശി. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ഞാൻ ബാഗിനകത്തൊരു ഫോൺ വെച്ചിട്ടുണ്ട്, എന്താവശ്യം എപ്പോഴുണ്ടായാലും മോള് വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ അവിടെ നിന്ന് വിടുകയാണ്. ഇതിനിടയിൽ നമ്മുടെ വിക്രമിൻ്റെ വീട്ടിൽ രാവിലെ ഇങ്ങനെ വിക്രം അവിടെ ചായ ഇങ്ങനെ കുടിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നന്ദിനി വന്ന് പറയുന്നുണ്ട് ആ ശല്യം നീ പറഞ്ഞു വിട്ടല്ലോ എന്ന്. അപ്പോൾ ശ്രീജയ്ക്ക് അത് കേൾക്കുമ്പോൾ സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നാലും ശ്രീജ അത് നന്ദിനിയുടെ പറയുന്നതൊക്കെ ഒരു ലാഘവത്തോടെയൊക്കെ നിന്ന് കേൾക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ വിക്രമിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ഓട്ടോക്കാരി ഉണ്ടല്ലോ, ഓട്ടോ ഡ്രൈവർ രാധ വരികയാണ്. അപ്പോൾ രാധ ഇങ്ങനെ വന്നിട്ട് ഒരു സ്വീറ്റ് ബോക്സൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അന്നേരം പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി, ഞാൻ ഇങ്ങനെ തന്നെ വിചാരിച്ചു വിക്രമേട്ട എന്തായാലും അവളെ കൊണ്ട് വിടുമെന്ന്. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞു, ഞാനതുകൊണ്ട് കട തുറക്കുന്നതുവരെ വെയിറ്റ് ചെയ്തു, ഒരു സ്വീറ്റ് ബോക്സുമായിട്ട് ഞാൻ വന്നോ എന്നൊക്കെ പറയുമ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ആ സ്വീറ്റ് ബോക്സുമായിട്ട് വന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നന്ദിനി വന്നിട്ട് പറയുന്നത് ആഹാ നീ സ്വീറ്റ് ബോക്സാണ്, എന്നാൽ പിന്നെ എനിക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ രാധ പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തി രാവിലെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്ന്. അപ്പോൾ ആ വിക്രമിനും നമ്മുടെ ശ്രീജേട്ടത്തിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് നന്ദിനിയാണ് രാധയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിക്രം നമ്മുടെ ശ്രീജയോട് പറയുന്നുണ്ട് ഏട്ടത്തി എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും പോയി ഉണ്ടാക്കിത്തരാൻ. അങ്ങനെ അവരകത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ല കാന്താരി ചമ്മന്തിയൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നന്ദിനിയും കൂടി നമ്മുടെ രാധയ്ക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിക്രമിനൊക്കെ ദേഷ്യം വരികയാണ്. ഇതിനിടയിൽ നമ്മുടെ വിക്രമ ഇവളെ തലവേദന കാരണം അടുക്കളയിൽ നിന്ന് ഇനിയിപ്പോൾ ഫ്രണ്ടിൽ പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ദോശയും ചട്നിയൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കഴിച്ചിട്ട് രാധ ഇങ്ങനെ പുറകെ വരികയാണ് ചട്നിയായിട്ട് വേണമെന്നറിയാൻ വേണ്ടി. അപ്പോഴത്തേക്കും പടിപ്പുര വാതിൽ കടന്നുകൊണ്ട് നമ്മുടെ വേദ ഒരു ബാഗുമായിട്ട് വരികയാണ്. അപ്പോൾ ഇവർ കാണുമ്പോൾ തന്നെ നമ്മുടെ വിക്രമിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് താഴെ പോകുന്നുണ്ട്. എല്ലാവരും കൂടെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കമലയും വിക്രമിൻ്റെ അമ്മയും കണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മയെ നോക്കി നമ്മുടെ വേദ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വേദ അവിടെ തന്നെ നിന്നിട്ട് വേദ പെട്ടെന്നങ്ങ് നിന്നോട് ആരടി ഇവിടെ കയറാൻ പറഞ്ഞു കേട്ടപ്പോൾ നമ്മുടെ വേദ ഒന്നും മൈൻഡ് ചെയ്യാതെ തന്നെ വിക്രമിനെ ഒന്ന് തട്ടിക്കൊണ്ട് തന്നെയാണ് വീട്ടിനകത്തേക്ക് കയറുന്നത്. വീടിനകത്തേക്ക് കയറി ചെന്ന് ഹോളിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിക്രം പറയുന്നത് ശല്യം നിന്നെ വിട്ടതില്ല, നീ പിന്നെ എന്തിനു വീണ്ടും വന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ പറഞ്ഞു എൻ്റെ വീടാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്, ഇതാണ് ഇനി മുതൽ എൻ്റെ വീടെന്ന്. അപ്പോൾ രാധ പറയുന്നുണ്ട് നീ ആരാടി ഇവിടുത്തെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദ തിരിച്ച് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഇവിടെ അധികാരമെന്ന്. അത് അധികാരം എന്താണെന്നോ, ഞാൻ ഇവിടുത്തെ മരുമകളാകാൻ പോകുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് നീ ആകാൻ പോകുന്നതല്ലേ ഉള്ളൂ, ഞാൻ ഇവിടുത്തെ മരുമകളാണ് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മാഷ് വരുന്നുണ്ട്. മാഷ് കുറച്ച് പയറും ഒക്കെ ആയിട്ടാണ് വരുന്നത്.
അതെടുത്ത് നമ്മുടെ ശ്രീജയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, വേണ്ട മതി, ഇത് ഇന്നലെ ഒരു ദിവസം പോയി എന്നാണ് വിചാരിച്ചത്. ആരും ഇവിടെ ആ ഒരു കണ്ണുകൊണ്ട് അവൾക്ക് ആ ഒരു മരുമകൾ എന്നുള്ളൊരു സ്ഥാനം ഇവിടെ ആരും ഒന്നും കൊടുക്കണ്ട, അവളെ ആ രീതിയിൽ കണ്ടാൽ മതി, ആരും കൂടുതലെടുത്ത് തലയിലൊന്നും വെക്കണ്ട എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മാഷും പറയുന്നുണ്ട്. ഇതെൻ്റെ തീരുമാനമാണെന്നൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ജസ്റ്റിസ് ശങ്കരനാരായണനുള്ള അദ്ദേഹത്തോടുള്ള എൻ്റെ കടുത്ത തീരുമാനമാണെന്നൊക്കെ മാഷ് പറയുമ്പോൾ എല്ലാവരും കൂടെ സ്തബ്ധമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ മാഷ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞപ്പോൾ നമ്മുടെ കമലയും പിന്നെ അതനുസരിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ രാധ അവിടുന്ന് പോയി നേരെ ഓട്ടോയിലേക്ക് പോയിട്ട് നന്നായിട്ട് കരയുകയാണ്, സങ്കടം കൊണ്ട് സഹിക്കാതെ കരയുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും വേദയ്ക്ക് അവിടെ കിടക്കാനായിട്ടുണ്ടായിരുന്ന പായും തലയിണയൊക്കെ നമ്മുടെ നന്ദിനി എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പോൾ? അതിപ്പോൾ മാറ്റണമല്ലോ, അച്ഛൻ പറഞ്ഞതൊന്നും നിങ്ങളാരും കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അടുത്ത് അകത്തോണ്ട് പോവുകയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ വേദ ഇങ്ങനെ നമ്മുടെ മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചും കൊണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഒരു ഭാഗം പൂർണ്ണമാവുന്നത്. അപ്പം പിന്നെ നാളത്തെ റിവ്യൂ എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഇനിയൊരു സ്വരച്ചേർച്ചയും കുശലങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം ഇനിയും വളരെ നല്ലൊരു എപ്പിസോഡ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.